ഈ ശിഷ്യന്മാരുടെ കാര്യത്തിൽ ഈശോ സ്വീകരിച്ചത് 12 പുരുഷന്മാരെയല്ലേ വിളിച്ചത്? അപ്പോൾ അതിലൊരു സ്ത്രീ വന്ന് പെട്ടിട്ടില്ലല്ലോ. അപ്പം ഈ സ്ത്രീപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ യെസ്, അത് ഈശോയ്ക്ക് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഈശോയെ അനുഗമിച്ചിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ലൂക്കാസ് വിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈശോയെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് കൃത്യമായി അവിടെ പറയുന്നു. ആ അനുഗമനം എന്ന് പറയുന്നത് മറ്റ് 12 അപ്പസ്തോലന്മാർ അനുഗമിച്ച അതേ രീതിയിൽ തന്നെ അവരും ഈശോയെ അനുഗമിച്ചു. എന്നാൽ ഈ 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുത്തത് കേവലം ശിഷ്യരാകാൻ വേണ്ടി മാത്രമല്ല, തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ, തന്നിലൂടെ നിറവേറ്റപ്പെടുന്ന ബലി ഈ ഭൂമിയിൽ തുടർന്ന് നിർവഹിക്കാൻ വേണ്ടി ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവിടുന്ന് ഒരു പുരുഷനായിട്ടാണ് അവതരിച്ചത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈശോയുടെ ആ ബലിയുടെ യാഥാർത്ഥ്യത്തെ, ഈശോയുടെ വ്യക്തിത്വത്തെ ഈ ഭൂമിയിൽ ഈ ബലിയുടെ മാനത്തിൽ ഏറ്റവും കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യാൻ ഈശോ 12 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല. സമറിയാക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെയും സാക്ഷ്യത്തെയും ഈശോ പ്രഘോഷിച്ചു. ഈശോ പറഞ്ഞു, എവിടെയെല്ലാം എൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഇവളും അനുസ്മരിക്കപ്പെടുമെന്ന് പറഞ്ഞു. കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല അല്ലേ. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാധാന്യം. ഉത്ഥാനം ചെയ്ത ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിന്. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ശിഷ്യരായിരുന്നു മർത്തായും മറിയവും ഇല്ലേ. ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ആ ബലിയുടെ ദൃക്സാക്ഷികളായി ഈശോ വിശ്വാസം അർപ്പിച്ച 12 അപ്പസ്തോലന്മാരും ഓടി രക്ഷപ്പെട്ടു. കുഞ്ഞായിരുന്ന യോഹന്നാൻ മാത്രമേ അവിടെയുള്ളൂ. ആ കുരിശിൻ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയവും മഗ്ദലനാക്കാരി മറിയവും കൂസായുടെ ഭാര്യയായ മറിയവും മറ്റേ മറിയവും നിൽപ്പുണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ എഴുതുന്നു. അതിൻ്റെ അർത്ഥം ഈശോയ്ക്ക് ഈ സ്ത്രീകളോടുള്ള വലിയ ഹൃദയബന്ധത്തെ, ആഴമേറിയ ഐക്യത്തെയാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു ദൗത്യം നിർവഹിക്കാൻ ഈശോ പുരുഷന്മാരെ അവരുടേതായ ദൗത്യം നിർവഹിക്കാൻ തിരഞ്ഞെടുത്തു. സ്ത്രീകളെ അവരുടേതായ ദൗത്യത്തിനായി ദൈവം തിരഞ്ഞെടുത്തു. 2 പേർക്കും കർത്താവ് കൊടുത്ത ദൗത്യങ്ങളിൽ വ്യത്യാസമുണ്ട് എങ്കിലും 2 പേരിൽ നിന്നും ഈശോ ആവശ്യപ്പെടുന്നത് തന്നെ സ്നേഹിക്കാനും തൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാനും. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോഴും അവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. സ്ത്രീ സ്ത്രീയാണ്. സ്ത്രീ ആയിരിക്കുമ്പോഴാണ് സ്ത്രീത്വം ആദരിക്കപ്പെടുന്നത്. അല്ലാതെ പുരുഷൻ ധരിക്കുന്ന അതേ വേഷം ധരിച്ച് പുരുഷനെ പോലെ മീശയും ഫിറ്റ് ചെയ്ത് നടക്കാൻ സ്ത്രീകൾ ശ്രമിക്കേണ്ട കാര്യമില്ല. അതല്ല സ്ത്രീത്വത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയും. അതുപോലെ പുരുഷൻ സാരി ഉടുത്താൽ സ്ത്രീ പുരുഷ സമത്വമാകിയാൽ പുരുഷൻ പുരുഷനായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ് ഈ സമത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമത്വം എന്നത് വ്യത്യാസങ്ങളുള്ള സമത്വമാണ്. ഈ വ്യത്യാസങ്ങൾ പരസ്പര പൂരകങ്ങളും പരസ്പരം അടുക്കാനുമുള്ളത്. വിപരീത ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കും എന്ന് കാന്തത്തിൻ്റെ കുറിച്ച് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് അവരെ പരസ്പരം ആകർഷിക്കുന്നത് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായും ജീവിക്കുമ്പോഴാണ് ഈ സമത്വം ശരിക്കും സംജാതമാകുന്നത് എന്ന സത്യം കൂടി നമ്മൾ ഓർക്കണം.